ഇതിലേക്ക് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ അപ്ഡേറ്റുകളൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ കുറേ അധികം വെഹിക്കിൾസും പ്രോക്സ് ഒക്കെ നമ്മളെ ഗെയിമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോക്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഇവിടെ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എൻ്റെ ചാനലിൽ കയറി നോക്കിയാലും മതി കേസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് വന്ന ചീറ്റ് കോഡ്, പിന്നെ കഴിഞ്ഞ അപ്ഡേറ്റിലുള്ള ഫുൾ ചീറ്റ് കോഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ G-Wagonൻ്റെ ചീറ്റ് കോഡ് 66 ഫസ്റ്റ് നമ്മുടെ G-Wagonൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട്, പിന്നെ അടുത്ത് നമ്മുടെ ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് 56-43 നമ്മളെ ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡ്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഇനിയും കുറേ അധികം അപ്ഡേറ്റ്സ് വരാനായിട്ട് കിടപ്പുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്ന കുറച്ച് ഈ കാര്യങ്ങളാണ് കഴിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കുള്ള എനിക്കറിയാമെന്നുള്ള ചീറ്റ് കോഡ്സ് മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണിക്കുക. പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3Dയിൽ അടുത്ത് വരാൻ പോണ ഒരു വലിയൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ മറക്കാതെ തന്നെ കാത്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡ് എല്ലാം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ഏതൊക്കെ ചീറ്റ് കോഡ്സാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് കുറേ കൂട്ടർ ഇന്നലത്തെ വീഡിയോയിൽ പേഴ്സണലായിട്ടൊന്ന് മെസ്സേജ് അയച്ചൊരു കാര്യമാണ്, ഇത്രയും ദിവസമായിട്ട് ഈ ഒരു അപ്ഡേറ്റ് വന്നല്ലോ, ഇതുവരെയ്ക്കും എന്താണ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ സ്കൂൾ കൊണ്ടുവരാത്തതെന്ന്. കേസ് അപ്പോൾ ഇഷ്ടം പോലെ കൂട്ടുകാർക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായ ഒരു സാധനമാണ് സ്കൂള്. അപ്പം ആ ഒരു സ്കൂള് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഡെവലപ്പർ കുറേ നാളോട് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ. അപ്പം ഡെവലപ്പർ എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് സ്കൂൾ വരുമോ ഇല്ലയെന്നൊക്കെ എനിക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ എൻ്റെ കയ്യിൽ നിന്നിട്ട് ഒന്നും എനിക്ക് നിങ്ങൾക്ക് സ്കൂൾ വരും ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഡെവലപ്പർ, പിന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ, പിന്നെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ISD ഗെയിമർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, പിന്നെ നമ്മളെ KL ഗെയിമർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ആ യൂട്യൂബ് ചാനലൊക്കെ പറയും പോലെ കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റത്തുള്ളൂ. അവരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ച് ഡിസ്കസുകളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോസും ചെയ്ത് തരുന്നത്. പിന്നെ നമ്മൾ ഡെവലപ്പർ നമ്മുടെ അടുത്ത് എപ്പോൾ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് വരുമെന്ന് പബ്ലിഷ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് കിട്ടത്തുള്ളൂ. അതും കുറേ റിസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പം ഗൈസ്, അപ്പോൾ ഈ ഒരു സ്കൂൾ വരാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അപ്പം ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ G-Wagonലോട്ട് കൂടുതൽ അധികം കോൺസെൻട്രേഷൻ കൊടുത്തത് കൊണ്ടാണ് ഇപ്പം നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ G-Wagon വന്നത്. ഇനി നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോണ ഐറ്റം നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്കൂളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു മാപ്പായിരിക്കാം. ചിലപ്പോൾ മാപ്പ് വരുമെന്ന് കുറേ കൂട്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മാപ്പ് കൊണ്ടുവരും, GoPro കൊണ്ടുവരുന്നു ഫ്രണ്ട്സ്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, ഞാനല്ല കേസ് ഈ ഒരു മാപ്പും അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്. ഞാൻ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യണമെന്ന് മാത്രം, ഡെവലപ്പറായിട്ടൊരു കമ്പനി ഉണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയാവൂ. അപ്ഡേറ്റ് കൊണ്ടുവരുന്നത് നമ്മൾ ഒഫീഷ്യൽ ഗെയിം ഡെവലപ്പറാണ് കേസ് ഈ ഒരു അപ്ഡേറ്റ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതൊക്കെ. അപ്പം നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പർ പറയാറുണ്ട്. ഡെവലപ്പർ നമ്മുടെ അടുത്ത് ഈ ഒരു കാര്യങ്ങൾ പുറത്ത് വിടാൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഈ ഒരു നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു. പുറത്ത് വിടാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കോട് ഷെയർ ചെയ്യുന്നുണ്ട്. പുറത്ത് വിടാതെ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ കാലമൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാറാകുമ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ സ്കൂൾ വരാൻ പോകണമെന്നാണ് നമ്മൾ ഡെവലപ്പർ പറഞ്ഞത്. അപ്പം ഇത് ഡെവലപ്പർ പറഞ്ഞത് എല്ലാ ഡെവലപ്പേഴ്സും കൂടെ കൺഫേം ആക്കിയിട്ടല്ല ഇത് പറഞ്ഞു. ഒരു 3-4 ഡെവലപ്പറാണ് ഇപ്പം നമ്മൾക്ക് ഈ ഒരു റിപ്പോർട്ട് തന്നത്. റിപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് യൂട്യൂബേഴ്സ് നമുക്ക് റിപ്പോർട്ടുകളൊക്കെ തന്നായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് സ്കൂള് ലൊക്കേഷൻ ചെയ്തിട്ടില്ല. ഏത് സ്ഥലത്ത് ഈ ഒരു സ്കൂള് ലൊക്കേഷൻ ചെയ്യണമെന്ന് ഇതുവരെയ്ക്കും കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്കൂള് നമ്മുടെ ഏത് സ്ഥലത്തായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് ഇതുവരെയ്ക്കും കൺഫേം ആയിട്ടില്ല. നമ്മൾ കുറേ വീഡിയോസിൽ നമ്മൾ ഈ സ്കൂളിൻ്റെ വരാൻ പോണ ലൊക്കേഷൻസ് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ലൊക്കേഷനൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ അപ്ഡേറ്റ് വരാൻ പോകണം ഗൈസ്. അപ്പോൾ അടുത്തൊരു ബിഗ് അപ്ഡേറ്റ് ആണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കാത്ത ഒരു വലിയൊരു അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം. അപ്പോൾ ഈ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയാനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇട്ടത്. അതിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറേ അധികം വെഹിക്കിൾസിൻ്റെ ചീറ്റ് കോഡും, കാറിൻ്റെ ചീറ്റ് കോഡും, ലോറി, അങ്ങനത്തെ കുറേ അധികം ചീറ്റ് കോഡ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു തരുന്നു. ഞാൻ പറയുന്നില്ല, എന്നാലും ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ പറയാനെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഗൈസ്, പിന്നെ നമ്മുടെ അടുത്ത് ഡെവലപ്പർ പറഞ്ഞൊരു കാര്യം, നമ്മുടെ സ്കൂള് ഒരു 50-60% അല്ലെങ്കിൽ ഒരു 70% ഒക്കെ ചാൻസ് കൊടുക്കാം നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ സ്കൂളും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ സ്കൂൾ ബസ്സും വരുമെന്നുള്ളത്.
പിന്നെ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ സ്കൂൾ വേണമെന്നാണ്, ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് മാപ്പ് വേണമെന്നാണ്. അപ്പോൾ ഡെവലപ്പർ നല്ല ഇതിൽ കൺഫ്യൂസ്ഡ് ആണ് ഏതാണ് ആദ്യം കൊണ്ടുവരേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ഈ ഒരു വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 100% ആയിട്ട് ഞാൻ ഡെവലപ്പറുടെ അടുത്ത് പറയുന്നുണ്ട്, ഡെവലപ്പർ അത് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ഓക്കെ. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾ എന്തായാലും ഒരു സൈഡ് ആൾക്കാർ നമ്മളെ ഈ സ്കൂൾ കൊണ്ടുവരുന്നുണ്ട്, ഒരു സൈഡ് ആൾക്കാർ മാപ്പ് കൊണ്ടുവരുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് തരാൻ കമൻറ്റ് നിങ്ങളിപ്പം സ്കൂളിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടണമെങ്കിൽ ഞാനൊരു ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അടുത്ത് മുന്നോക്കം അങ്ങോട്ട് നീക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇനി നമ്മുടെ ഗെയിമിലോട്ട് കൂടെ നമ്മളെ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വരും. പിന്നെ നമ്മളെ മിലിറ്ററി ബേസ് അപ്പോൾ കുറേ നാൾ കൊണ്ട് പറയുന്നൊരു കാര്യം മിലിറ്ററി ബേസ്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മളെ ഗെയിം ബഗ് വരാൻ ചാൻസ് ഉണ്ട്, എറർ വരാൻ ചാൻസ് ഉണ്ട്. ഗെയിമിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് കടത്തിയിട്ട് നമുക്ക് അപ്ഡേറ്റുകൾ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ പറ്റൂല. അപ്ഡേറ്റുകൾ ഗെയിമിലോട്ട് കൊണ്ടുവന്നാലും ഗെയിമിന് എറർ സംഭവിക്കാം, ലിമിറ്റേഷൻ കഴിയും, ബഗ് വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മളെ ഒരു ഗെയിമിന് നോക്കേണ്ടതായിട്ട് വരും. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ ഗെയിമിലോട്ട് ഓരോ അപ്ഡേറ്റും കൺഫേം ആയിട്ട് ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും അതിൻ്റെ ബഗ്, അതിൻ്റെ സ്ക്രീൻ ബ്ലർ എല്ലാം സോൾവ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നത്. അത്രയും റിസ്ക് പിടിച്ച പരിപാടിയാണ് നമ്മളെ ഗെയിമിലോട്ട് ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഒരു മാപ്പ്, സ്കൂൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസ്ക്കാണ്. എന്തായാലും നമ്മൾ ഡെവലപ്പറിൻ്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ ആഗ്രഹപ്രകാരം നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു മാപ്പ് കൊണ്ടുവരുന്നതെന്നാണ് ഡെവലപ്പറിൻ്റെ അടുത്ത് 100% പറയുന്നതാണ്. ഓക്കെ. അപ്പം പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി നമ്മളൊരു വീഡിയോ ലൈക്ക് ചെയ്തതിന് കേസ് കാണാം. ജസ്റ്റ് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടരും നിങ്ങൾ ഇഷ്ടമുള്ള എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇപ്പോൾ എന്തായാലും പണ്ടത്തെ പോലെ അല്ല, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിലെല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പറയും. ഇന്ത്യൻ ബൈക്ക് 3D ഇഷ്ടമുള്ള എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ ഗ്രൂപ്പുകൾ കാണാം, ആ ഒരു ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ എടുത്തിട്ട് കാണാനായിട്ട് പറഞ്ഞാൽ അവരെല്ലാവരും കാണുകയും അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3 അപ്ഡേറ്റിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അപ്പം എന്തായാലും ഗൈസ് ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ എന്തായാലും വരുന്നതായിരിക്കും. അപ്പം മിലിറ്ററി ബേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും എനിക്ക് 100% ഉറപ്പില്ല, 50% ഉറപ്പില്ല നമ്മൾ ഗെയിമിലോട്ട് ഈ മിലിറ്ററി ബേസ് കൊണ്ടുവരുന്നല്ലോ. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മിലിറ്ററി ബേസ് കൊണ്ടുവരും, നമ്മൾ ഗെയിമിലോട്ട് വൈകാതെ തന്നെ കൊണ്ടുവരും. നമ്മൾ ഡെവലപ്പർ പിന്നെ നമ്മളെ കുറേ ഫേമസ് യൂട്യൂബേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളെ ഭാവിയിൽ മൊബൈൽ GTA 5 ആയിട്ട് മാറാനുള്ള ചാൻസ് ഈ ഒരു ഗെയിമിന് കാണുന്നുണ്ട്. അതെന്തായാലും 100% കൺഫേം ആണ്. ഓക്കെ. അപ്പോൾ പിന്നെ കഴിച്ച് നമുക്ക് ഒരു പറയാനുള്ളൊരു കാര്യമാണ്, മെയിൻ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബഗ് എറർ എല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഒരു അപ്ഡേറ്റ് ഇറക്കണം. അപ്പോൾ ബിഗ് അപ്ഡേറ്റ് ഇത് ഉടനെ വരുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് കൂടുന്തോറും ഈ ഒരു ഗെയിമിൻ്റെ MB സൈസ് കൂടും, അങ്ങനത്തെ കുറേ അധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ബിഗ് അപ്ഡേറ്റ് വരുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറേ ചീറ്റ് കോഡ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ അപ്ഡേറ്റ് ഒക്കെ വരുന്നതാണ് ഞാൻ പറഞ്ഞ എല്ലാ അപ്ഡേറ്റും, പിന്നെ കുറച്ചധികം അപ്ഡേറ്റ്സ്, പിന്നെ ഒരു വലിയൊരു അപ്ഡേറ്റ് വരാനായിട്ട് ഇരിപ്പുണ്ട്. അതൊക്കെ ഉടനെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തതെന്ന് മെയിൻ ഉദ്ദേശം ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയണത്. പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് കുറേ യൂട്യൂബേഴ്സും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് കുറേ യൂട്യൂബേഴ്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കമൻ്റ് എല്ലാം റിപ്ലൈ വരെ തന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അവർ റിപ്ലൈ തന്ന്, പിന്നെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, പിന്നെ കുറേ കൂട്ടുകാരന്മാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. യൂട്യൂബിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു അപ്ഡേറ്റ്, ആ ഒരു അപ്ഡേറ്റ് ഒക്കെ അതൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു അപ്ഡേറ്റിനെ കുറിച്ചല്ല നമ്മുടെ ഡെവലപ്പറിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ, അതുപോലെ നമുക്ക് ഒഫീഷ്യൽ കമ്മ്യൂണിറ്റി കാലൊക്കെ ഉണ്ട്, അതിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.